CPM സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും പലതവണ യോഗം ചേർത്ത് വിശദമായി ചർച്ച ചെയ്ത് തല പുകഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചു. പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഉയർന്നുവന്ന മാസപ്പടി കേസും, ശബരിമല സ്വർണ്ണക്കൊള്ളയും, പിന്നെ വിവിധ സമുദായങ്ങളെ പ്രീണിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാർ സമയാസമയങ്ങളിൽ നടത്തിയ വിഫലമായ ശ്രമങ്ങളും, അതുകൊണ്ട് മറ്റോരോ സമുദായങ്ങളും മുന്നണിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് അകന്നു പോയതും ഒക്കെയായിരുന്നു കാരണം. പക്ഷേ സത്യസന്ധമായ ഒരു കാരണവും പാർട്ടിക്കാർ ആലോചിച്ചാൽ കിട്ടുകയില്ല. അവരെപ്പോഴും താത്വികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ദാർശനികവുമായിട്ടുള്ള കാരണങ്ങളാണ് കണ്ടുപിടിക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാരണം, ഇടതു മുന്നണിക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് കിട്ടിയില്ല, മറ്റ് മുന്നണികൾക്ക് വോട്ട് കൂടി. ചില സ്ഥലങ്ങളിൽ BJP കൂടി, പല സ്ഥലങ്ങളിലും UDF കൂടി. എന്തുകൊണ്ട് LDF നിന്നുള്ള വോട്ടുകൾ UDF പോയി എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കാലാകാലങ്ങളായിട്ട് CPM മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഇത്തവണ BJP വോട്ട് ചെയ്തു. ഈ വിഷയം ആലോചിക്കുന്നതിന് പകരം ഇവർ തത്വചിന്താപരമായിട്ടുള്ള പല കാരണങ്ങളും ആലോചിച്ചു. അവസാനം ചെന്നെത്തിയ കാരണം 30 മണ്ഡലങ്ങളിൽ, അധികമൊന്നുമില്ല കേട്ടോ, വെറും 30 മണ്ഡലങ്ങളിൽ BJPയും UDF തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തുണ്ടായിരുന്നു? ഡീൽ ഉണ്ടായിരുന്നു. അങ്ങനെ BJPയുടെ വോട്ടുകൾ UDF പോയി, ചിലയിടത്ത് UDF വോട്ട് BJP പോയി. ഇങ്ങനൊരു കാരണം കണ്ടുപിടിക്കാനായിട്ട് ഇത്ര അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഗോവിന്ദൻ മാഷ് പറയുന്ന രീതിയിലാണെങ്കിൽ ഡീല് കേരളത്തിൽ ഏതാണ്ട് 140 മണ്ഡലങ്ങളിലുണ്ട്. 102 സ്ഥലത്ത് ഈ BJPയുടെ വോട്ട് കൃത്യമായിട്ട് UDF കിട്ടി. 3 സ്ഥലത്ത് UDF വോട്ട് BJP കിട്ടി. അങ്ങനെ 102, 103, 105 സീറ്റിൽ നമ്മൾ തോറ്റു. മറ്റ് പല സീറ്റുകളിലും പരാജയം നമ്മൾ തുറച്ചു നോക്കി. ഉദാഹരണത്തിന് സഖാവ് മുഹമ്മദ് റിയാസ് മത്സരിച്ച ബേപ്പൂരിൽ, അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത്, അങ്ങനെ മറ്റ് പല മണ്ഡലങ്ങളിലും പരാജയം തുറച്ചു നോക്കിയതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ ഡീലായിരുന്നു. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇത്ര വലിയ ചർച്ചയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഭരണം വളരെ വിശ്വോത്തരമായിരുന്നു, അതിമനോഹരമായിരുന്നു. നമ്മുടെ ഭരണകാലത്ത് കേരളത്തിലെ റോഡുകൾ, PWD റോഡുകളൊക്കെ അമേരിക്കയിലുള്ള റോഡുകളെക്കാളും നല്ലതായിരുന്നു. നമ്മുടെ ഭരണകാലത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഭിത്തി ഇടിഞ്ഞ് വീണ ആൾ മരിക്കുന്നുവെങ്കിൽ പോലും ഇവിടെ കിട്ടിയിരുന്ന ചികിത്സ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വിശ്വോത്തരമായ ഭരണം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞുകൂടാ, ഒരു സാഹചര്യം. ഈ വെള്ളാപ്പള്ളി നടേശനെ കൃത്യസമയത്ത് തള്ളിപ്പറയുന്നതിൽ പാർട്ടിക്ക് ചെറിയ ഒരു ജാഗ്രത കുറവുണ്ടായി. വീഴ്ച എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പോരായ്മ. ഈ കുതിരവട്ടം പോറോട് ചെറിയ ഒരു വീഴ്ച, ഒരു ചെറിയ സ്പാനറുകൾ എടുത്താൽ തീർക്കാവുന്ന കാര്യമുള്ളൂ. ഒരു നെട്ട് എവിടെയോ ഇളകിപ്പോയി. അതുകൊണ്ട് ഇനി മേലിൽ വെള്ളാപ്പള്ളി നടേശനെ ചീത്ത വിളിക്കുക, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തെറി വിളിക്കുക, വെള്ളാപ്പള്ളി നടേശൻ ഒരു അശ്ലീലമാണ് എന്ന് പറയുക, അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വെട്ടുകൊണ്ട ജയരാജനാണ് ഇതിന് തുടക്കം കുറിച്ച്. പിന്നെ സുപ്രസിദ്ധ ചിന്തകനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡൻറ്റുമായിരുന്ന അശോകൻ ചെരുവിൽ ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് വെള്ളാപ്പള്ളി നടേശൻ കണിച്ചു കുളങ്ങരയിൽ നിന്ന് ചിരിക്കുകയായിരിക്കും. ഈ പൊട്ടന്മാർ ഇങ്ങനത്തെ മണ്ടത്തരമെല്ലാം പറഞ്ഞു, ഇതിലും വലിയ മണ്ടത്തരം പറയേണ്ടതല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ ഒരു ചെറിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമല കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ സഖാവ് പത്മകുമാറിനെ പാർട്ടി കൃത്യസമയത്ത് തള്ളിപ്പറയുകയോ അദ്ദേഹത്തിൻ്റെ ഒരു അച്ചടക്ക നടപടി കൈക്കൊള്ളുകയോ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ പത്മകുമാർ വാ തുറന്ന് ഇതിൽ യഥാർത്ഥ പ്രതികൾ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഒരുപാട് പേര് ജയിലിൽ പോകും. പത്മകുമാർ അന്തസ്സുള്ളവനായിട്ടാണ്, തറവാടി ആയതുകൊണ്ടാണ് ഇവരാരും പേര് പറയാത്തത്. ഇനി പത്മകുമാറിൻ്റെ പേരിൽ നാളെ മുതൽക്ക് നടപടിയെടുക്കും. ആ സഖാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പത്മകുമാർ പുറത്ത് വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പാർട്ടിയുടെ നാണക്കേട് ഇവിടെ ഒന്നും അവസാനിക്കുകയില്ല. അത് പയ്യന്നൂരിനേക്കാളും വലിയ നാറ്റക്കേസായിട്ട് പര്യവസാനിക്കും. സംശയമുണ്ടെങ്കിൽ നോക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഏതായാലും പാർട്ടിയുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഗംഭീരമായിട്ട്. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒന്നിനൊന്ന് മികച്ചവയാണ്. ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായി പോയത്. പശ്ചിമ ബംഗാളിലൊക്കെ ഇത് തന്നെ സ്ഥിതി. നന്ദിഗ്രാമിൽ എന്താണ് നാട്ടുകാർക്കെതിരായിട്ട് വെടിവെപ്പ് നടത്തിയിരുന്നു. അത് സിംഗൂരിൽ ടാറ്റയ്ക്ക് വേണ്ടിയിട്ട്
എന്താണ് കർഷകർ ഉപയോഗിക്കുന്ന ഫലഭൂയിഷ്ടമായ വസ്തു ഏറ്റെടുത്തൊന്നും ഒരു തെറ്റായിട്ട് പാർട്ടിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സലീം ഗ്രൂപ്പിന് വേണ്ടി പച്ചപ്പരവതാനി വിരിച്ചു, അല്ലെങ്കിൽ ടാറ്റയെ മകുടി ഊതി കൽക്കട്ടയ്ക്ക് കൊണ്ടുവന്നൊന്നും ആയിരുന്നില്ല കാരണം. പാർട്ടി കണ്ടുപിടിച്ചത് ഈ ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ടിൻ്റെ താൽക്കാലികമായ ഒരു വിജയമായിട്ടാണ്. ഇപ്പം എന്ത് പറ്റുമോ ചോദിച്ചാൽ പശ്ചിമ ബംഗാളിൽ പോയി നോക്കിയാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടല്ലോ, പുള്ളിയുടെ അതിൽ മാത്രമേ ചുവന്ന കൊടിയുള്ളൂ, മറ്റേ സാധനം ഇല്ല. അതാണ് അവസ്ഥ. ഇപ്പോൾ ഇത്തവണ ഒരു MLA ജയിച്ചിട്ട് 294 അംഗങ്ങളുള്ള ബംഗാൾ നിയമസഭയിൽ ഒരു CPM കാരനുണ്ട്. അതാണ് അവസ്ഥ. ആ അവസ്ഥ കേരളത്തിലും ഉണ്ടാവും, ഇതുപോലെ പ്രത്യയശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാണ്ട് വീടക്കെതിരായിട്ടുള്ള മാസപ്പടി കേസോ അല്ലെങ്കിൽ പയ്യന്നൂരെ ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസോ അതുമല്ലെങ്കിൽ ഗോവിന്ദമാഷും വിജയരാഘവനും അവരവരുടെ ഭാര്യമാരെ സ്ഥാനാർത്ഥികളാക്കിയതൊന്നും പാർട്ടിയുടെ കണ്ണിൽ യാതൊരു തെറ്റായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി തോന്നുകയില്ല. ഈ പാർട്ടിക്ക് ഇതുവരെ ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഇനി ഒരു തെറ്റും പറ്റുകയുമില്ല. ജനങ്ങൾക്ക് തെറ്റ് വരും. അതുകൊണ്ട് എന്ത് വരുമെന്ന് വെച്ചാൽ ജനങ്ങൾ വോട്ട് എതിർ പാർട്ടിക്ക് ചെയ്തില്ല. ഇപ്പം നമ്മൾ 35 സീറ്റുമായിട്ട് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അധികം വൈകാതെ ഈ കേരളം ബംഗാളായി മാറും. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ചരിത്ര പരാജയത്തിലേക്ക് പാർട്ടിയെ നയിച്ച, പ്രസ്ഥാനത്തെ നയിച്ച, മുന്നണിയെ നയിച്ച മഹാനായ നേതാവ് യാതൊരു ഉളുപ്പുമില്ലാതെ, ലജ്ജയില്ലാതെ ഇതാ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് പ്രായം എത്രയായി, ആരോഗ്യസ്ഥിതി എന്താണ്, ഈ വക ഒരു ചിന്തയുമില്ല. ഇതിലൊന്നും പാർട്ടിക്ക് ഒരു തെറ്റും കാണാൻ പറ്റില്ല. അങ്ങനെ പാർട്ടി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരാജയം തോൽവിയുടെ മുന്നോടിയാണ്.